ഇവിടെ ഒരു പെണ്ണ് ആരെ വിവാഹം ചെയ്താലും അയാൾ പെട്ടെന്ന് തന്നെ പണക്കാരനാവുന്നു. പക്ഷെ പണക്കാരനായി മാറിയ വേഗത്തിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു. ആദ്യം അവൾ ഒരു ചെറിയ കമ്പനി ഓണറായ ബിസിനസ്മാനെ വിവാഹം ചെയ്യുന്നു. നോക്കുമ്പോൾ നഷ്ടത്തിലായിരുന്ന അവന്റെ കമ്പനി പെട്ടെന്ന് റൈസായി വലിയ ലാഭത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് എണ്ണാൻ കഴിയാത്തത്ര കാശ് ഉണ്ടാവാൻ തുടങ്ങി. അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ സമ്മർദ്ദം കാരണം അയാൾ മരിക്കുന്നു. അടുത്തതായി അവൾ പാവപ്പെട്ട ഒരു ചിത്രകാരനെ വിവാഹം ചെയ്യുന്നു. കാരണം അവൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. അതുകൊണ്ട് അവൻ പണക്കാരനാകാൻ ചാൻസ് ഇല്ലെന്ന് അവൾ വിചാരിക്കുന്നു. പക്ഷെ അവൻ ചിത്രം വരയ്ക്കുന്ന ഒരു മെഷീൻ കണ്ടുപിടിക്കുന്നു. അത് വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ബില്യൺ കണക്കിന് ഡോളേഴ്സിന് വിൽക്കുന്നു. നോക്കുമ്പോൾ ആ മെഷീൻസ് തന്നെ അവനെ ഇല്ലാതാക്കി അവളെ വീണ്ടും വിധവയാക്കുന്നു. അതുകൊണ്ട് അവൾ ഒരു പണക്കാരനെ തന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു. വിവാഹശേഷം അവർ രണ്ടുപേരും ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവളുടെ ഹസ്ബൻഡ് പശുവിനെ കറക്കാൻ ശ്രമിക്കുമ്പോൾ ആ പശു അയാളെ ചവിട്ടി എറിയുന്നു. അതിനുശേഷം അവൾ ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ നല്ലവനായ ഒരു കർഷകന് അവളോട് ഇഷ്ടം തോന്നുന്നു. അവർ വിവാഹം കഴിക്കുന്നു. കുറെ നാളായിട്ടും അയാൾ പണക്കാരനാവുന്ന ലക്ഷണമൊന്നുമില്ല. തന്റെ ശാപം പോയെന്ന് അവൾ വിചാരിക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവരുടെ തോട്ടത്തിൽ നിന്ന് ഓയിൽ പുറത്തു വരുന്നു.